Hi friends, Esther's Fashionsലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി സുബീഷ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു 390യുടെയും 499യും കുർത്തികളായിട്ടാണ്. നല്ല കിടിലൻ കളക്ഷനാണ്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള മോഡൽ മുൻപേ കാണിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സോൾഡ് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഈ ഒരു കുർത്തിയാണ്. ഇത് ഫ്രോക്ക് ടൈപ്പിൽ വന്നിട്ടുള്ള റയോണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഹെവി റയോണിൽ വന്നിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിട്ടോ. അജ്രക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അത് തുണിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഒരിക്കലും മാഞ്ഞു പോവുകയോ കളർ പോവുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ ഇതിന്റെ കോട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇതിന്റെ റയോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അല്ല, കുറച്ച് പേര്. അപ്പൊ അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഫ്രോക്ക് ടൈപ്പാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പഫ് വരുന്നുണ്ട് കണ്ടോ. ഒരു 3 പഫ് വരുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ട് നാട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതുവരെയാണ് കേട്ടോ സ്ലീവ് ഉള്ളത്. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാം. ഫ്രണ്ടിൽ നെക്ക് ഒരു റൗണ്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി കട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ബാക്കിലും അതങ്ങനെ തടിയൊന്നും തോന്നിക്കില്ല. ഫ്രോക്ക് ടൈപ്പിൽ തന്നെ അടിയിൽ നിറച്ച് ഇങ്ങനെ ഫ്രിൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും നിറയെ ഫ്രില്ല് വന്നിട്ടുണ്ട്. ടൈ ചെയ്യാനായിട്ട് നാട കൊടുത്തിട്ടുണ്ട്. ഹെവി റയോണാണ്. കുർത്തിയുടെ 2 സൈഡിലും ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. നല്ലൊരു കണ്ടോ ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. ഓറഞ്ചും ബ്രിക്ക് റെഡൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതാണ് എക്സാക്റ്റ് ഷെയ്ഡ് കേട്ടോ. ഇതിൽ ഈ പ്രിന്റ് മാഞ്ഞു പോകുന്നതല്ല, റയോണാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെവി റയോണാണ് വന്നിട്ടുള്ളത്. 499 നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. വർത്താണ്. ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇത് എക്സൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർ തന്നെ ഇതിൻ്റെ അടിയിൽ 46 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇത് 46 കിട്ടുന്നുണ്ട്. ആം ടു ആം 46 കിട്ടുന്നുണ്ട്. അപ്പോൾ 499 മാത്രമേ വരുന്നുള്ളൂ. വിത്തൗട്ട് ലൈനിങ് ആണ്. ഹെവി റയോണിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത്. 46 കിട്ടിയാലും എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു പഫ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ടൈ ചെയ്യാനും പറ്റുന്നത് കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാതെ അങ്ങനെ എക്സൽ ഡബിൾ എക്സൽ 3XL ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലാർജുകാർക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് ഷേപ്പ് കൊടുക്കേണ്ടി വരുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് ആയതുകൊണ്ട് ഫ്രോക്ക് പോലെ കിടക്കുന്നതായതുകൊണ്ട് അങ്ങനെ കിടന്നോളൂ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതാണ് കളറ്. സെക്കൻഡ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടത് എക്സൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർ ബാക്കിൽ 46 എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാം മെഷർ ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആം ടു ആം 46 കിട്ടുന്നുണ്ട് കേട്ടോ. ലെങ്ത്തും 45 to 46 ആണ് വരുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. 499 ആണ് പ്രൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് സൈസുകാർക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പഫ് സ്ലീവ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ എൻഡിലും ടൈ ചെയ്യാവുന്ന മോഡൽ ആയതുകൊണ്ട് ഏത് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മോഡലൊക്കെ വലിയ സൈസിലാണ് വരുന്നത്. ഇതാണ് കേട്ടോ. ചെറിയ ചെറിയ ഫ്രിൽസ് ആയതുകൊണ്ട് അങ്ങനെ തടി തോന്നിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ തന്നെ കോട്ടൻ്റെ കൊടുന്നപ്പോൾ ഒരുപാട് പേര് റയോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതാ നല്ലൊരു പർപ്പിളും വൈനൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഏറ്റവും അടുത്തേക്ക് വരുമ്പോഴേ അതിൻ്റെ കളർ അറിയുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് 46 ആയിരുന്നു. ഞാൻ പറഞ്ഞു ഏത് സൈസുകാർക്കും യൂസ് ചെയ്യാമെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെയിം മെറ്റീരിയൽ സെയിം ഫീച്ചേഴ്സ് പ്രിൻറ്റിൽ വ്യത്യാസമായിട്ടാണ് കേട്ടോ. ഡബിൾ എക്സലാണ് സൈസ്. ഇതും എക്സൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ അവർ ഡബിൾ എക്സലിന് കൊടുത്തിട്ടുണ്ട്. അത് ടാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഡബിൾ എക്സലാണ് കേട്ടോ. സൈസ് ആം ടു ആം 44 ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ബാക്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ടൈ ചെയ്യാനായിട്ട് നാട കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്രണ്ടിലും ബാക്കിലും നിറച്ച് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് കണ്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു 3 പഫാണ് കേട്ടോ ചെറുതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇങ്ങനെ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് കണ്ടോ. നമ്മൾ കൈ കടത്തുമ്പോൾ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള ഒരു സ്ലീവാണ്. ഇതാ ഇത്രയും ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു എൽബോ സ്ലീവ് പോലെയാണ് വന്നിട്ടുള്ളത്. ഈ കാണിക്കുന്ന പ്രിൻ്റെല്ലാം ഡബിൾ എക്സൽ ആണ്. അപ്പോൾ മീഡിയം ലാർജ് എക്സലുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ മുകളിൽ പഫും താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൈ ആയതുകൊണ്ട് തന്നെ കയ്യിലൊന്നും നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല. വേണമെങ്കിൽ തന്നെ ഈ കൈ തൊട്ടിട്ട് ഇതാ ഈ ഹിപ്പ് ഈ ഒരു ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗം വരെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ബാക്കി ഭാഗം എല്ലാം നോർമലായിട്ട് കിടക്കും. നെക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ഒരു വി കട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കളർ വരുന്നത് ഒരു കോഫി ബ്രൗണിൽ ഒരു ഓറഞ്ച് ഒക്കെ പോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഓഫ് വൈറ്റ് ചിക്കു കളറെല്ലാം വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. ഇത്രയും ഫ്ലെയറോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു ഫ്രോക്ക് ടൈപ്പാണ്, റയോൺ ആണ് കേട്ടോ, ഹെവി റയോൺ ആണ്. 45-46 ലെങ്ത്ത് വരുന്നുണ്ട്. ഇപ്പം കാണിച്ചത് വരുന്നത് XXL ആണ് കേട്ടോ. അപ്പോൾ XXL 3XL സൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. പ്രിൻറ്റിൽ വ്യത്യാസമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ചോദിച്ച് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ. നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ളതാണ്. റയോൺ ഏത് ക്ലൈമറ്റിന് പറ്റുന്നതാണല്ലോ. എന്താ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്, ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത് കേട്ടോ. ബ്രാൻഡഡ് കുർത്തിയാണ്. 499 മാത്രമേ വരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ വാങ്ങിച്ച ഇരട്ടി വാങ്ങിക്കാം കേട്ടോ. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ചോദിക്കും, പക്ഷെ നമുക്ക് കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പില്ല. അപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ്. ഈ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഡാർക്ക് മെറൂണിൽ മൾട്ടി കളേഴ്സാണ് വന്നിട്ടുള്ളത്. നല്ല റെഡും ബ്ലാക്കും ഒക്കെ കൂടിയിട്ട് ഞാൻ സൂം ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് കളർ നല്ല എന്താ പറയുക, ഒട്ടും നരയ്ക്കാത്ത മങ്ങലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. എല്ലാത്തിനും എടുത്ത് ഇങ്ങനെ പറയുന്നില്ല. എല്ലാം ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കാണിച്ച പ്രിൻ്റ് 3 എണ്ണത്തിൽ, അതായത് ആ ഒരു 3 കളറിൽ 3XL ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഒരു 4 കളേഴ്സാണ് സെയിം പ്രിൻറ്റിൽ, അത് XXL ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിന് ടാഗ് XL എന്നാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഐറ്റം കിട്ടുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അതിനാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഡാർക്ക് ആഷും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ട് ഒരു ലൈറ്റ് ആഷ് കളറൊക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റിയ കിഡിലനായിട്ടാണ്. ഡെയിലി വെയർ ചെയ്യാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളാണ് റയോൺ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റും 499 ആണ്. XXL 3XL ആണ് സൈസ് ഉള്ളത്. അപ്പോൾ ഏത് സൈസുകാർക്ക് വേണമെങ്കിൽ വാങ്ങി ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ചെറിയ 3 പഫും സ്ലീവിൻ്റെ എൻഡിൽ ടൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പിലും ടൈ ചെയ്യാൻ നാട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XL, XXL, 3XLകാർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ലാർജുകാരും മീഡിയംകാരും എടുക്കുന്നെങ്കിൽ ജസ്റ്റ് കൈ തൊട്ടിട്ട് ഈ ഹിപ്പ് വരെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി നിങ്ങൾക്ക് ടൈ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലെങ്ത്തൊക്കെ എല്ലാത്തിനും സെയിം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുറച്ച് 390യുടെ കോട്ടൺ കളക്ഷൻ ഉണ്ട്, കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു 46 ലെങ്ത്ത് വരുന്ന ലൈൻ പാറ്റേണിൽ വരുന്ന XXL സൈസിൽ വരുന്ന ഫ്രോക്കാണ്. പ്യുവർ കോട്ടൺ ആണ്. നല്ലൊരു ഗ്രീൻ ഗ്രാം കളറിലേക്ക് വൈറ്റ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. സ്ലീവ് ഒരു 8 ഇഞ്ച് 8.5 ഇഞ്ചൊക്കെയാണ് കേട്ടോ കിട്ടുക. നമ്മൾ മുൻപ് ഈ പാറ്റേൺ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിന് എൻക്വയറി വരുന്നുണ്ട്. ഇതാ സ്ലീവ് ഇത്ര ലെങ്ത്താണ് കേട്ടോ വരിക. ഇത്ര ലെങ്ത്താണ് ഉണ്ടായിരിക്കുക. ഇതാ സാധാ നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ് ആൻഡ് വിത്തൗട്ട് ഓവർലോക്കാണ്. ഹോം വെയർ കളക്ഷനാണ്. 390 മാത്രമേ വരുന്നുള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത്. ലൈനാണ്. ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ടൈ ചെയ്യാനായിട്ട് നാട കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു പാച്ച് വന്നിട്ട് അതിലിങ്ങനെ ട്രയാങ്കിൾ പീസസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. 390 ആണ് വരുന്നത്. XXL ആണ് സൈസ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഏത് സൈസുകാർക്ക് വാങ്ങി ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡീപ്പ് മെറൂണാണ് വരുന്നത്. ഒരു വൈൻ കളറും കൂടി കയറി വരുന്നൊരു മെറൂണാണ്. താഴത്ത് എല്ലാത്തിനും ഫ്രില്ല് വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു പോകുന്നേ ഉള്ളൂ. എല്ലാം ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് XXL ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്.
നെക്സ്റ്റ് ഒരു ഡാർക്ക് കോഫി ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ബ്ലാക്ക് എന്നും പറയാൻ പറ്റില്ല, ഡാർക്ക് കോഫി എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഓരോ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് ഭാഗം. ഇത്രയും ഫ്ലെയറോട് കൂടിയിട്ടാണ് വരുന്നത്. ഹോം വെയർ കളക്ഷനാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഗ്രാം ഷെയ്ഡിൻ്റെ ഡാർക്ക്, അല്ലെങ്കിൽ ഒരു ചാണകപ്പച്ച നിറന്നൊക്കെ പറയില്ലേ, ഡാർക്ക്, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. എല്ലാം ഡബിൾ എക്സലാണ് കേട്ടോ സൈസ്. ഞാൻ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിൽ വാങ്ങി ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രിൻ്റാണ്. ഇതിന് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് 6 ആക്കിൽ വരുന്നത്. ഒരുപാട് പേർക്ക് 6 ആക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഡാർക്ക് നേവിയിലാണ് കേട്ടോ വരുന്നത്. ഇതാ അടുത്തേക്ക് കാണുമ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് അടുത്തൊന്നും കൂടി കാണിച്ചു തരുന്നത്. ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ഏലൈനാണ് കേട്ടോ പാറ്റേൺ. ഏലൈനിലാണ് വന്നിട്ടുള്ളത്. ഇതും നമ്മൾ ഒരുപാട് തവണ കൊടുത്തിട്ടുള്ളതാണ്. മെറൂണില് ഏലൈൻ പാറ്റേണിൽ വരുന്നതാണ്. പ്യുവർ അച്ച് പ്രിന്റ് ആണ് കേട്ടോ ഈ മെറൂണിലൊക്കെ വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഒരു എക്സാക്റ്റ് വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഷെയ്ഡ് അങ്ങോട്ട് പറയാൻ ശരിക്കും അറിയുന്നില്ല. നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിൻ്റെ പ്രിൻറ്റും കളറും മനോഹരമായിട്ടുണ്ട്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനിയും ഒരു റീസ്റ്റോക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും അത്രയും ഹൈലി എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് കിട്ടിയപ്പോൾ കൊണ്ടുവന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു മെഹന്തി കളറും മസ്റ്റാർഡ് യെല്ലോയും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഏലൈനിൽ തന്നെയാണ് വരുന്നത്. എല്ലാം ഏലൈനാണ്. ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഗ്രീനാണ്. ഇത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോയിൽ കാണുന്ന ഒരു ഗ്രീനല്ല, കുറച്ചും കൂടി ഒരു മൈലാഞ്ചി ഇലയുടെ കളറും ചെറുപയർ പച്ചരി ഡാർക്കും കൂടിയിട്ടുള്ളൊരു കളറാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൽ വൈറ്റ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. ഫ്ലയറോട് കൂടിയിട്ട് വന്നിട്ടുള്ള എലൈൻ പാറ്റേൺ. അപ്പോൾ ഞാൻ ഫീച്ചേഴ്സ് ഒന്നും കൂടി പറയാം. നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത്. ഒരു 8 ഇഞ്ചോളാണ് ലെങ്ത്ത് വരുന്നത്. റൗണ്ടാണ് നെക്ക്. നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ട് ട്രയാങ്കിൾ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എലൈനാണ് പാറ്റേൺ. ടൈ ചെയ്യാൻ നാട കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നിറയെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിൻ്റെ ഓവർലോക്കാണ്. പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. ഹോം വെയർ കളക്ഷനാണ്. ലെങ്ത്ത് ഒരു 46 വന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടൻ്റെ ഇത്രയാണ് വരുന്നത്. 390 ആണ് പ്രൈസ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് XXL 3XL സൈസ് ആയിരുന്നു. അത് 499 ആയിരുന്നു പ്രൈസ്. ഇപ്പോൾ കാണിച്ചത് XXL ആണ് സൈസ്. 390 ആണ് റുപ്പീസ്. എല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ ഗീവ് അവയുടെ വിന്നർക്കുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കമൻറ്റിൽ നിന്ന് വിന്നറെ സെലക്ട് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ കൂടി അതിനൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ വേണ്ടൂ. അതിൽ നിന്ന് ഞാൻ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് വിന്നറെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് തന്നെയാണ് വിന്നറെ സെലക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ വിന്നറെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഒന്നും കൂടി വിന്നറെ സെലക്ട് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ. കാരണം വെറുതെ എല്ലാവരും സൂപ്പർ 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 എന്ന് മാത്രം ഇങ്ങനെ എഴുതി പോകുന്ന കമൻറ്റുകൾക്ക് നമ്മൾ യോജിക്കുന്നില്ല. കാരണം ജസ്റ്റ് അപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോൾ ഒരു കമൻറ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഒരുപാട് പേര് സ്ഥിരമായി കണ്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് ഇടുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടാതെ പോകുന്നു എന്നൊരു സംശയം. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു നന്നായിട്ട്, അതായത് നമ്മുടെ ചാനലിനെ കുറിച്ച് ഏറ്റവും നല്ലത് കമൻറ്റ് ഇടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ്
ഒരു ഒന്നോ രണ്ടോ ഒരു സെൻറ്റൻസ് എങ്കിലും വേണം. അല്ലാതെ വെറുതെ സൂപ്പർ അല്ലെങ്കിൽ ഒരു ലവിൻ്റെ ഇമോജി അങ്ങനെ മാത്രം ഇടുന്നവരെയാണ് നമ്മൾക്ക് കമൻറ്റ് പിക്കറിലൂടെ കിട്ടുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി വിന്നറെ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇനി കൊടുക്കില്ല. വെറുതെ സൂപ്പർ അല്ലെങ്കിൽ ഗുഡ് കളക്ഷൻസ് അല്ലെങ്കിൽ സൂപ്പർ കളക്ഷൻസ് അല്ലെങ്കിൽ വെറുതെ ഇമോജീസ് മാത്രം ഇടുന്നവരെ ഇനി പരിഗണിക്കില്ല. അപ്പം നമ്മളിനി നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഇന്നത്തെ കളക്ഷൻ നന്നായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഇന്നെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, അങ്ങനത്തെ നമ്മളോടുള്ള സജഷൻസോ അഭിപ്രായങ്ങളോ ഒക്കെ പറയില്ല. അങ്ങനത്തെ കമൻറ്റുകളാണ് നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ഇടുക. 2 വീക്സ് കൂടുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇനി വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.